ഇതെവിടുന്ന്? ഇതല്ലല്ലോ എന്റെ മുറിയുടെ മണം. What is this? എന്താടോ ഇത്? ഞാൻ എവിടെ പോയാലും റാന്നിയൂരമ്മയുടെ ചിത്രം എന്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് സങ്കടം പറയാൻ ആരെങ്കിലും വേണമല്ലോ. അന്നെ തനിക്കെന്ത് സങ്കടം? താൻ ഹാപ്പി അല്ലേ? എടോ, കുറച്ചു മുമ്പ് താൻ കണ്ടില്ലേ എന്റെ അമ്മ, ദ ഗ്രേറ്റ് ബിസിനസ് വുമൺ പത്മ, തല താഴ്ത്തി വിയർത്തൊലിച്ച് നിൽക്കുന്നത്? അപ്പൊ അമ്മയുടെ മുഖം താൻ ശ്രദ്ധിച്ചിരുന്നോ? ആ നേരത്ത് സാർ എന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നോ? തന്റെ മുഖത്തെന്താ? എന്താ മാലിനി, പറ. അമ്മയെ തോൽപ്പിക്കാനാണല്ലോ സാർ ഒരു താലി എന്റെ കഴുത്തിൽ കെട്ടിയത്. സാറിന് വീണ്ടും അമ്മയെ തോൽപ്പിക്കണം. അപ്പൊ എന്നെ ചേർത്ത് പിടിച്ചു, എല്ലാവരെയും വെല്ലുവിളിച്ചു. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ എന്നെ കുറിച്ച് എന്താ തോന്നിയിരിക്കുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാറ് പറഞ്ഞില്ലേ അവര് തോറ്റൂന്ന്. അവരെല്ലാരും കൂടി എന്നോട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കാൻ പോകുന്നെന്നറിയോ? എന്താ പ്രശ്നം? ആരാ തന്നോട് പ്രശ്നം? തന്നോട് പ്രശ്നം ഉണ്ടാക്കിയത് ആരായാലും അവരോട് ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. താൻ വാ. എന്റെ പ്രശ്നം സാറാ. നീ? അതെ സർ. സാറിന് ജയിക്കാനും മറ്റുള്ളവരെ തോൽപ്പിക്കാനും ഒക്കെ എടുത്തു നീക്കി വെക്കാനുള്ള ഒരു കരു മാത്രമാണ് ഞാൻ. അതിന്റെ ഒക്കെ നടുവിൽ നിൽക്കുമ്പോ എന്റെ ഉള്ളിൽ കരയാണോ ചിരിക്കാണോ എന്ന് സാറിന് അറിയോ? എടോ, താൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? തന്നെ ഞാൻ വേറൊരു രീതിയിൽ നോക്കു പോലും. വേണ്ട സർ, മതി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇനി അത് കാണിക്കരുത്. എനിക്കത് വെറുപ്പാ. വെറുപ്പോ? ഒരു മിനിറ്റ്. ഹലോ. ആ സൂര്യ എവിടെയാ? വീട്ടില്. നന്ദിനി സുഖമായിട്ടിരിക്കുന്നോ? ഓ യെസ്, ഷീസ് ഹാപ്പി. ഞാൻ വിളിച്ചതേ, നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരണം. എന്തിന്? എടാ, അങ്ങനെ ഒരു ചടങ്ങില്ലേ? വിവാഹം കഴിഞ്ഞ ബന്ധുക്കളുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ പോവുക, അവിടെ നിന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുമെന്നൊക്കെ. ഏയ്, അത് ഏട്ടാ, ആരതിയാ. പറയൂ. അതെ, മുടക്കൊന്നും പറയണ്ടാട്ടോ. നാളെ നന്ദിനെയും കൂട്ടി രാവിലെ തന്നെ ഇങ്ങോട്ടെത്തണം. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. അത് ഞാൻ നന്ദിനിയോടൊന്ന്. ഞാൻ നന്ദിനിയോട് പറയണോ? വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ വരാം. ശരി, വരാന്ന് സമ്മതിച്ചോ? വരാന്ന്. ആ, വിശ്വാസം കൊള്ളാം. പക്ഷെ ആള് സൂര്യ. ശാലിനി, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വിവേക് ഇല്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവരുടെ വീട്ടിലാ നാളെ നമുക്ക് രണ്ടുപേർക്കും വിരുന്ന്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. സാറ് പൊയ്ക്കോളൂ, ഞാനില്ല. ഏയ്, താൻ വരാതെ എങ്ങനെയാ? അവര് ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ചല്ലേ വിളിച്ചത്? അതിന് നമ്മള് ഭാര്യയും ഭർത്താവും അല്ലല്ലോ, നമ്മൾ അഭിനയിക്കല്ലേ വളരെ കുറച്ചു കാലം. ഇവിടത്തെ പരീക്ഷണങ്ങൾ തന്നെ ധാരാളം. ഇനി വേറൊരു സ്ഥലത്ത് നിന്ന് നാണം കെടാൻ എനിക്ക് വയ്യ. മാലിനി, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. എന്താടാ, എന്താ പ്രശ്നം? അത് ഒന്നുമില്ല അച്ഛാ. നമ്മുടെ വിവേക് ഇല്ലേ, അവനും അവന്റെ ഭാര്യയും കൂടി നാളെ ഞങ്ങളെ വിരുന്നിന് വിളിച്ചോ. പക്ഷെ ഇയാൾ വരുന്നില്ല എന്ന് പറയുന്നു. അതെന്താ മോളെ, പോയിക്കൂടെ? അത് വേണ്ട സർ, ശരിയാവില്ല. അച്ഛാ, ഞാൻ അവനോട് വാക്ക് പറഞ്ഞു പോയി. അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മോളെ, വിവേകും ഭാര്യയും വളരെ നല്ലവരാ. നീ കരുതും പോലെ അവിടെ നിനക്കൊരു അപമാനം ഉണ്ടാവില്ല. മാത്രമല്ല, ഇവിടെ ഈ വീട്ടിനകത്ത് തന്നെ എങ്ങനെ ഇരിക്കുമല്ലേ, ഒന്ന് പുറത്തിറങ്ങുന്നത് നല്ലതാ. എന്റെ മനസ്സിനി നല്ലതൊന്നും വേണ്ട സർ. സാറിന്റെ മോൻ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പിയാ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മുൻപായിരുന്നെങ്കിൽ ഒരു കാര്യം നിർബന്ധിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലല്ലോ നിന്നോട്. ഞാൻ പോയിക്കോളാം സർ. നടുതെരുവിൽ നിൽക്കുന്നവൾക്ക് എന്ത് നാണോ മാനോ.
സൂര്യ സാർ കൊടുത്ത വാക്ക് നടക്കട്ടെ. താങ്ക് യു മാലിനി. ആരതി, ആരതി, ദാ, ലിസ്റ്റിലുള്ള മുഴുവൻ സാധനങ്ങളും ഉണ്ട്. കുറച്ച് എന്റെ വകയും വാങ്ങിയിട്ടുണ്ട്. ആ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിലേ എന്റെ കൂടെ അടുക്കളയിൽ നിൽക്കണം. അതിനെന്താ, നിന്റെ കൂടെ എവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല. അതെ, അവരെന്തായാലും കുറച്ച് നേരത്തെ എത്തും. അപ്പോഴേക്കും പണിയൊക്കെ കഴിയില്ലേ? നോക്കാന്നേ. പിന്നെ വരുന്നത് പുറത്തുനിന്ന് ആരുമല്ലല്ലോ, സൂര്യേട്ടന് ഭാര്യയല്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അതെ, മാർക്കറ്റിൽ പോയി നല്ല ക്ഷീണമുണ്ട്. ഒരു കാപ്പി ആവാം. അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ലേ? ആദ്യം കാപ്പി, എന്നിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ? ഓഡിറ്ററിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തിലെ പല കമ്പനി കണക്കുകളും പെൻഡിങ്ങാ. എന്താ കാര്യം? അത് നമ്മുടെ വിവേകുണ്ടല്ലോ, അവൻ കുറച്ച് കണക്കുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരാൾ ജോലിയിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അത് സൂര്യയുടെ ഫ്രണ്ട് ആയതുകൊണ്ട്. കമ്പനി കാര്യങ്ങളിൽ അങ്ങനെ ആർക്കും വിട്ടുവീഴ്ചയില്ല. അവനെ വിളിക്ക്. വിളിക്കുക. ഇങ്ങനെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നേ? ഹലോ സാർ. ആന്റിക്ക് എന്തോ സംസാരിക്കാനുണ്ട്. സ്പീക്കറിലിട്. അരമണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തണം. അവിടുന്ന് ചില കണക്കുകളുമായി ഓഡിറ്ററിന്റെ അടുത്ത് പോകാനുള്ളതാണ്. അത് പിന്നെ മാഡം. നോ എക്സ്ക്യൂസ്. അക്കൗണ്ടുകൾ സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് വിജയകുമാർ പറഞ്ഞു. ദിസ് ഈസ് യുവർ മിസ്റ്റേക്ക്. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയേ. മാഡം, എനിക്ക് ഒട്ടും വയ്യ, പനിയാ. ഞാൻ ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. ഞാൻ നാളെ വന്നാ മതിയോ മാഡം? എന്താന്ന് വെച്ചാ ചെയ്. സൂര്യ വിരുന്ന് വിളിച്ചിട്ട് ഞാൻ പോകുന്ന എങ്ങനെയാ? പനിയാണെന്ന് പറയാൻ തോന്നിയത് നന്നായി. അവൻ എവിടെ നിന്നിപ്പോ പെട്ടെന്നൊരു പനി? അപ്പൊ ഇനി ഓഡിറ്റർ അടുത്തേക്ക് പോണോ? എന്റെ പ്രോഗ്രാംസിന് ഒരു മാറ്റവും ഇല്ല. യു ആർ ലുക്കിംഗ് ഗുഡ്. ഈ വിരുന്നിനൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ കുറച്ച് ഹാപ്പി ആയിരിക്കണം, വേണ്ടേ? എനിക്കിങ്ങനെ വരാനേ താല്പര്യമുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. ഓക്കെ ഓക്കെ. സൂക്ഷിച്ച്. പണി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണ്ടേ? സാരല്ല, എന്റെ കൈ പിടിച്ചിറങ്ങിയാൽ മതി. താനെന്തിനെങ്ങനെ പേടിക്കുന്നേ? ഈ ഭൂമിയിൽ ഒരുത്തനെയും പേടിയില്ലാത്ത ആളാ തന്റെ ഈ ഭർത്താവ്. സോ തനിക്കും ആ ധൈര്യം വേണം കേട്ടോ. അളിയാ, അളിയാ, ഞങ്ങളേ ഒരു വിരുന്നിന് പോവാ. എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില്. ഈ വിവാഹം കഴിഞ്ഞാല് അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയല്ലേ നമ്മുടെ ഭാര്യയെ ചുറ്റുമുള്ളവരൊക്കെ പരിചയപ്പെടുന്നേ, അല്ലേ അളിയാ? അതെ അതെ.
ഇനി എന്നും ഇതുപോലുള്ള വിരുന്നുകളൊക്കെ ഉണ്ടായിരിക്കും. എന്റെ ഭാര്യ ഇതിനകത്ത് തളച്ചിടാൻ ആരെങ്കിലും ശ്രമിച്ചാ പുറത്തിറക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ.